നമ്മുടെ ബഹുമാനീയനും ആദരണീയനുമായ ഈശ്വര നിയോഗത്താൽ വന്നെത്തിയ നമ്മുടെ ഫാദർ മനോജ് ജി അവർകൾ ആത്മീയതയുടെ അകവശവും പുറവശത്തെയും പറ്റി അല്പം കൂടെ വിശകലനം ചെയ്ത് അദ്ദേഹത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ കൂടി ലോകമാനവ മക്കൾക്കായി എന്തെങ്കിലും പകർന്നു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വിനീതമായി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ആത്മീക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീകതയുടെ അകവും പുറവും എന്നുള്ള സബ്ജക്റ്റാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒന്ന്, ശരീരബോധത്തിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനുണ്ട്. പറവജാതികളെ പോലെ, മൃഗങ്ങളെ പോലെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മാത്രം നിലനിർത്തി അതിന് മാത്രം എഫേർട്ട് ഇട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ശരീരബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് മൃഗതുല്യരായ മനുഷ്യരെന്ന് പറയുന്നത്. അവരെപ്പോഴും വികാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ മോശമെന്നുള്ള രീതിയിലല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ ഹിസ്റ്ററി പരിണാമ സിദ്ധാന്തമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ശാരീരിക ബോധത്തിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. കഴിക്കുന്നതിനെക്കുറിച്ച്, കുടിക്കുന്നതിനെക്കുറിച്ച്, ജീവിച്ച് തീർക്കുന്നതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന മനുഷ്യരാണ്. മറ്റൊന്നിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ കേവലം ശാരീരിക ബോധത്തിൽ മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന് എന്താ അകത്ത് വേണ്ടത്? ജീവിക്കണമല്ലോ, ജനിച്ചു മരിക്കണം. അപ്പോൾ അവർ നോക്കുന്നത് മുൻ തലമുറക്കാരെടുത്ത് വച്ചിരിക്കുന്ന അനുഭവങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് മാത്രമേ പുതിയ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, തീയിൽ തൊട്ടാൽ പൊള്ളും, അത് അവരുടെ അനുഭവമാണ്. വന്യമൃഗങ്ങളെടുത്ത് ആയുധമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, അതൊരു അറിവാണ്. ഇങ്ങനെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറി അവർക്ക് കേവലം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ അനുഭവങ്ങൾ മാത്രം കൈമാറി പോകുന്ന ഒരു പ്രകൃതമാണ് ഈ ശാരീരിക ബോധത്തിനകത്ത് വരുന്നത്. പിന്നീടാണ് മനുഷ്യൻ പരിഷ്കാരത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇതിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചിട്ട് മനസ്സിൻ്റെ കഴിവുകളെ, ഓർമ്മയുടെ കഴിവുകളെ, അവൻ്റെ ബുദ്ധിശക്തിയുടെ കഴിവുകളെയൊക്കെ അവൻ പതുക്കെ പതുക്കെ പ്രകാശിപ്പിച്ച് മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് ജീവിക്കാനായിട്ടുള്ളൊരു തലത്തിലേക്ക് മനുഷ്യൻ വളരാൻ തുടങ്ങി. അവിടെ തൊട്ടാണ് മനുഷ്യൻ്റെ സംസ്കാരം വർദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസ്കാരത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, കുടുംബപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, സാമൂഹികപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, ദേശപരമായ സംസ്കാരമുണ്ട്. സോ ഓരോ ലെവലിലും പടിപ്പടിയായി അവൻ ഉയർന്നു വന്നത് അവൻ്റെ മാനസിക ബോധത്തിൽ നിന്നാണ്. അപ്പം മാനസിക ബോധത്തിലേക്ക് വരുമ്പം അകത്തെന്ത് വേണം? മാനസികമായി ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അകത്തവന് വേണ്ടുന്നത് നോളജാണ്, അറിവാണ്. അപ്പോൾ ശാരീരിക ബോധത്തിൽ അനുഭവങ്ങളുടെ ഒരു പങ്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ മാനസിക ബോധത്തിലേക്ക് വരുമ്പം അവന് ജീവിക്കാനായിട്ട് അറിവുകൾ വേണം. അത് കേട്ടറിവുണ്ടാകും, കണ്ടറിവുണ്ടാകും, മറ്റുള്ള വ്യക്തികൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള അറിവുകൾ വെച്ചിട്ടാണ് മാനസിക ബോധത്തിലുള്ള മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95% ആൾക്കാരും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാനസിക ബോധത്തിലും ശാരീരിക ബോധത്തിലുമാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. എന്നെ കേൾക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം കിടക്കാൻ പോകുന്നത് വരെയുള്ള ഏകദേശം ഒരു 12 മണിക്കൂർ സമയം നിങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ സമയം വിനിയോഗിക്കുന്നത്? എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉപയോഗിക്കുന്നത്? എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശാരീരിക ക്ഷമതയെ ഉപയോഗിക്കുന്നത്? സമയം ചെലവഴിക്കുന്നത്, സമ്പത്ത് ചെലവഴിക്കുന്നത്?
ഒന്ന് വിചിന്തനം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏകദേശം ഒരു 40 മുതൽ 50% വരെ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്, എഫേർട്ട് ഇടുന്നത്. വീണ്ടും ഒരു 40-60% വരെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഈ രീതിയിലാണ് ഇന്നത്തെ ഒരു ജനവിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. അപ്പോൾ അടുത്ത സെക്ഷനാണ് ശാരീരിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, മാനസിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. അതിനും മേൽത്തരമായ ഒരു അവസ്ഥയിലാണ് ആത്മബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാരീരിക ബോധത്തിൽ ജീവിക്കുന്നവൻ എന്ത് വിളിക്കാം? മൃഗതുല്യൻ എന്ന് വിളിക്കാം. മാനസിക ബോധത്തിൽ ജീവിക്കുന്നവൻ എന്ത് വിളിക്കാം? മനുഷ്യനെന്ന് വിളിക്കാം. ഇനി ആത്മബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ എന്ത് വിളിക്കാം? നമുക്ക് ദേവന്മാരെന്ന് വിളിക്കാം. അപ്പോൾ ഈ ആത്മബോധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ എന്താണ് അകത്തേക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. അപ്പോൾ ആത്മബോധത്തിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകണമെങ്കിൽ അവൻ്റെ അകമേ ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ അവന് ആത്മാവിൻ്റെ ബോധത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മബോധത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഒന്നുകൂടി ചിന്തിക്കാം. ശാരീരിക ബോധത്തിനകത്ത് എന്താ വേണ്ടേ? അനുഭവങ്ങളാണ് വേണ്ടത്. മാനസിക ബോധത്തിൽ ജീവിക്കാൻ എന്താണ് വേണ്ടത്? അറിവാണ് വേണ്ടത്. ആത്മബോധത്തിൽ ജീവിക്കാൻ എന്താണ് വേണ്ടത്? ജ്ഞാനമാണ് നിറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ സത്സംഗ പോലെയുള്ള ഈ കൂട്ടായ്മ ബന്ധങ്ങളിലെല്ലാം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ആത്മബോധത്തിൽ ജീവിക്കാൻ ആവശ്യമായ ജ്ഞാനമാണ്. ഈ സത്സംഗത്തിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഒരു പുരുഷായുസ് കൊണ്ട് വേദങ്ങളെയും ഉപനിഷത്തുകളെയും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ സത്സംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരു പുരുഷായുസിൽ നമുക്ക് ആർജിക്കാൻ പറ്റാത്തതിനും അതീതമാണ്. അവിടെയാണ് ഈ സത്സംഗ പോലെയുള്ള കൂട്ടായ്മകളുടെ പ്രസക്തി വരുന്നത്. സോ ആ നിലവാരത്തിൽ, ആത്മീക നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ പങ്കുവെക്കുന്ന അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതവും അവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, ആ ജ്ഞാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മബോധത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റും. അപ്പം ആത്മബോധത്തിൽ പുരോഗമിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ജ്ഞാനം നിറയണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചുരുങ്ങിയൊരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുമ്പോട്ട് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്യട്ടെ. അനുഭവങ്ങളിലല്ല ആത്മീയത, അറിവിലല്ല ആത്മീയത, ജ്ഞാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ആത്മീയതയിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ.